എന്താണ് ക്രിസ്മസ്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ വായിക്കുന്നു. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്താണ് ക്രിസ്മസ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം? യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചതാണ് ക്രിസ്മസ്. ആ ദൈവപുത്രനായ യേശു കർത്താവ് ഭൂമിയിൽ ജനിച്ചു. എന്നാൽ ആ യേശു കർത്താവ് നിന്റെ ഹൃദയത്തിൽ ജനിച്ചിട്ടുണ്ടോ മാന്യ സ്നേഹിത? ഹൃദയത്തിൽ ജനിച്ച യേശു കർത്താവ് ഓരോ നിമിഷം കഴിയും തോറും വളരുന്നുണ്ടോ പ്രിയ സുഹൃത്തെ? ലോകത്തിലെ സകല ആളുകളും വർഷത്തിലൊരിക്കൽ യേശു കർത്താവിന്റെ ജനനം ആഘോഷിക്കാറുണ്ട്. ഒറ്റ ദിവസം മാത്രമാണ് അവർ അത് ഓർക്കുന്നത്. എന്നാൽ അതിന്റെ പിന്നിലെ ശരിയായ പ്രസക്തി എന്താണ്? യേശു കർത്താവ് എന്തുകൊണ്ടാണ് സ്വർഗം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്നത്? യേശു കർത്താവ് എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ ഈ ലോകത്തിൽ പ്രത്യക്ഷമായത്? ലോകത്തിലെ സകല മനുഷ്യരെയും രക്ഷിക്കാനാണ്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഘനമേറിയൊരു കാര്യം ഞാൻ പറയട്ടെ. വ്യക്തിപരമായി എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, എൻ്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചത്. സ്നേഹിത, നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, നിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. നിന്റെ ഹൃദയത്തിലെ പാപം മാറ്റിക്കൊണ്ട്, നിന്റെ ഹൃദയത്തെ കഴുകി വെടുപ്പാക്കി ശുദ്ധീകരിച്ചുകൊണ്ട് നിനക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടിയാണ്, നിനക്ക് ദൈവിക സമാധാനം തരുവാൻ വേണ്ടിയാണ്, നിന്നോടൊപ്പം യേശു കർത്താവിന് വസിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചത്. നീ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ടോ? യേശു കർത്താവ് ഹൃദയത്തിൽ ജനിക്കുന്നതാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ആ യേശു കർത്താവ് ഓരോ ദിവസം കഴിയും തോറും ഹൃദയത്തിൽ വളരുന്നതാണ് യഥാർത്ഥ സെലിബ്രേഷൻ എന്ന് പറയുന്നത്, യഥാർത്ഥ ആഘോഷം എന്ന് പറയുന്നത്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ആ രക്ഷയുടെ സന്തോഷം മരണം വരെയും അവൻ സെലിബ്രേറ്റ് ചെയ്യുന്നു, ആസ്വദിക്കുന്നു എല്ലാ ദിവസവും. ഇതിനാൽ അവന് ക്രിസ്മസ് ആണ്. ഈ അനുഭവം നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഞാൻ പറയട്ടെ, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നീ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറാകുക. കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഉടമസ്ഥാവകാശവും നീ യേശു കർത്താവിന് കൊടുക്കുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് യേശു കർത്താവാണ് എന്ന് നീ ഒന്ന് തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ നീ യേശു കർത്താവിനെ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ യേശു കർത്താവ് ദൈവപുത്രനാണ്, എൻ്റെ പാപങ്ങൾക്ക് പകരക്കാരനായി സബ്സ്റ്റിറ്റ്യൂട്ടായി യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ചാൽ നിന്റെ ഹൃദയത്തെ കഴുകി വെടുപ്പാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, നിനക്ക് നിത്യജീവൻ തന്നുകൊണ്ട് യേശു കർത്താവ് നിന്റെ ഹൃദയത്തിൽ ജനിക്കുവാൻ പോവുകയാണ്. ആ ജനിച്ച യേശു തുടർന്ന് വളരുവാൻ പോവുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കും കാലം നിന്റെ കൂടെ നടക്കുവാൻ പോവുകയാണ്. നിനക്ക് വിജയം തരാൻ പോവുകയാണ്. ഏത് ദുഃഖത്തിന്റെയും ഏത് പ്രയാസത്തിന്റെയും നടുവിൽ യേശു കർത്താവ് കൂടെ കാണും. തീർന്നില്ല, നീ മരിച്ചാലും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ അവൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു കർത്താവിനോടൊപ്പമുള്ള നിത്യതയിൽ ഞാൻ പറയട്ടെ, നിന്നെ അവൻ ചേർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് യേശു കർത്താവ് നിന്റെ ഉള്ളിൽ ജനിക്കണമെങ്കിൽ ഈ നിമിഷം യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി നീ സ്വീകരിക്കുക. ഒട്ടും താമസിക്കല്ലേ. എല്ലാ ദിവസവും സന്തോഷത്തിന്റെ ക്രിസ്മസിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ യേശു നിമിത്തം ഉണ്ടാകട്ടെ.